Hi guys, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ സിഡ്നി ടു കോയമ്പത്തൂർ വന്ന ഒരു ട്രാവൽ വ്ളോഗ് എൻ്റെ അടുത്ത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് വീഡിയോസൊക്കെ കിടപ്പുണ്ട്. സോ അത് അന്ന് എന്തൊക്കെയാണ് നടന്നത്, അതിൻ്റെ മുന്നത്തെ ദിവസം എന്താ നടന്നത്, അതെല്ലാം എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്ത് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചതൊന്നും നടന്നതൊന്നായിരുന്നു. അത് ഞാനും വിക്കേട്ടനും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു 2 months ആയിട്ട് നമുക്ക് സമയം കിട്ടിയില്ല ഒരു വീഡിയോസും എടുക്കാനും. പിന്നെ അതല്ലാതെ ഞങ്ങൾ രണ്ടാൾക്കും ഇരുന്നിട്ട് വീഡിയോയിലോട്ട് പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉള്ള പ്ലാൻ വന്നിട്ട് ഞാനും വിഹാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിക്കേട്ടന് കുറച്ച് അവിടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതല്ലാതെ ഞങ്ങൾ രണ്ടാളും തന്നെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വിക്കേട്ടനും ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്തു. പക്ഷേ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നത് ഞാനും വാവ മാത്രം വരുന്നത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. വിക്കേട്ടൻ ട്രാവൽ ചെയ്യുന്നത് അറിയണ്ടാവില്ല. അപ്പോൾ ശരി, വിക്കേട്ടൻ പറഞ്ഞു അതൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ, നമ്മൾ ആരടുത്തും പറയണ്ട, നിങ്ങൾ രണ്ടാളും മാത്രം പോകുന്നപ്പോൾ നമുക്ക് കാണിക്കാം. ഞാൻ എന്തായിരുന്നു ട്രാവൽ ചെയ്ത് വെച്ചാൽ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ വന്നതായിരുന്നു നാട്ടിലേക്ക്. അതിൻ്റെ മുന്നത്തെ ദിവസം എനിക്ക് ഐലാഷസും നെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതായിരുന്നു. പിന്നെ എന്തായിരുന്നു, വിഹാന് ഞങ്ങൾ രണ്ടാളും ചേർന്നിട്ട് ഫസ്റ്റ് ഷൂ മേടിച്ച് തന്നു. അവന് അത്ര നമ്മൾ ഷൂ ഒന്നും യൂസ് ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അവന് എങ്ങനെയാണ് അവൻ ഷൂ ഒക്കെ ലൈക്ക് ഷൂ ഇട്ടുമ്പോൾ അവന് എന്തോ ഒരു അൺഈസി ഫീലിംഗ് ആയിരുന്നു അവൻ്റെ. ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കണം പറഞ്ഞിട്ട് എഴുതി വെച്ചു. ബിഫോർ ഫുട്ടേജ് ആണിത്, ലാഷസ് വയ്ക്കുന്ന മുമ്പ്. ലെറ്റ്സ് സീ എങ്ങനെ ഞാൻ ഉണ്ടെന്ന്. ഐ എം സോ എക്സൈറ്റഡ്. കുറേ ദിവസമായി ഞാൻ ലാഷസ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് ദിസ് ഇസ് എ ന്യൂ സ്ഥലം. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ലാഷസ് ചെയ്തിട്ട് വന്നിട്ട് അതിന് തന്നെ നല്ല ലേറ്റായി. ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് ലാഷസ് ചെയ്യാൻ പോയത്. പക്ഷേ അതിന് തന്നെ നല്ല ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ വിഹാനിന് ഫീഡ് ചെയ്തു. വിഹാനിന് ഫീഡ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ നെയിൽസ് ചെയ്യാൻ പോയത്. നെയിൽസ് ചെയ്തപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. കാണാനും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇപ്പോൾ പോയി കേട്ടോ, ഇപ്പോൾ എല്ലാം പോയി എനിക്ക്. അതെനിക്കൊരു 1 month ലാസ്റ്റ് ചെയ്തു. പിന്നെ ഊരുമ്പോൾ പെട്ടെന്ന് വന്നു. ഒരു ചെറുപ്പ് ഇട്ടു, പക്ഷെ സാറിന് അത് ഇഷ്ടമായില്ല. അപ്പോൾ അവരച്ഛൻ ഇനിയൊരു കളർ എടുക്കുന്നത്. ഏത് കളറാണ് വെക്കിയത്? ദിസ് ഇസ് ദ കളർ. ഭയങ്കര സട്ടിലായിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ രണ്ടാൾക്കും ഈ കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നോക്കൂ, പുതിയതായിട്ട് ഒരു ബ്രഷ് ഇടുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് അത്ര ഇഷ്ടമാവുന്നില്ല. എത്ര ക്യൂട്ടായിട്ടുണ്ട് വിഹാന്റെ ചെരുപ്പ്. താഴത്ത് നിൽക്കാൻ വെക്ക്. ആ കണ്ണാടി അവിടെ നിൽക്കാൻ വെക്ക്. വിഹാൻ ഇവിടെ നോക്ക്. വിഹാൻ ഇവിടെ നോക്ക്. കണ്ണാടി വിഹാൻ. അവൻ അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. പോണ്ടത് വിഹാൻ. ഏത് ഷൂ വേണം? ഇത് മതിയാ? ഇത് വേണോ വിഹാൻ? പറടാ. വിഹാന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു. ഫ്രണ്ട്സിൻ്റെ ഒപ്പം നല്ല സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരും പോയി. പിന്നെയാണ് വിക്കേട്ടൻ്റെ പാസ്പോർട്ട് തരാൻ പോയത്. വിക്കേട്ടന് എപ്പോഴും ഒരു സ്ഥലത്തിൽ എടുത്ത് വയ്ക്കും. ചേട്ടനൊരു ഫയലുണ്ട്, അതിലെടുത്ത് വെച്ചു എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. ചേട്ടനും അതാണ് വിചാരിച്ചത്. പിന്നെ പോയി കണ്ടപ്പോൾ പാസ്പോർട്ട് മറ്റേ ഫയലിൽ ഉണ്ടായിരുന്നില്ല. ഫുൾ
ഇരുന്ന് തിരഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കബോർഡ്സും കിച്ചൻ്റെ ഡ്രോയേഴ്സും പിന്നെ വാർഡ്രോബ്സ് എല്ലാം എടുത്ത ഓൾമോസ്റ്റ് അറൗണ്ട് സമയം രാവിലെ 5:30 വരെ ഇരുന്നിട്ട് ഞങ്ങൾ ഉറങ്ങാണ്ട് വിഹാനെ എങ്ങനെയോ ഉറക്കിപ്പിച്ചു. അവനും ഈ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവന് ഭയങ്കര ലൈറ്റ് സ്ലീപ്പറാണ്. അപ്പോൾ അവനെ ഉറക്കാൻ വയ്ക്കാൻ ഭയങ്കര പാടുപെട്ടു. അവൻ ഉറങ്ങിയിട്ട് ശേഷം ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫുള്ളി അപ്സെറ്റായിരുന്നു. എന്താ അറിയോ, പാസ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ രാവിലെ 5:30 വരെ ഞങ്ങൾ വന്നിട്ട് എങ്ങനെ ഇപ്പോൾ ഇൻ കേസ് പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആവില്ലേ, ഏട്ടയ്ക്ക് വരാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ 3-4 പോകുന്നതാണ്. ലാസ്റ്റ് മിനിറ്റിൽ ഏട്ടൻ്റെ പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പ്രീ പ്ലാൻഡ് എല്ലാം ഓക്കെ ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കണം പറഞ്ഞിട്ട് ഒരു പ്രീ പ്ലാൻ ചെയ്യുന്ന കുട്ടിയാണ്. ഏട്ടനാണ് സ്പോട്ടിലെല്ലാം വന്നിട്ട് ചെയ്യുന്ന ആൾ. ഏട്ടൻ പറഞ്ഞു ഓക്കെ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നീ തന്നെ പോകണം. ഞാൻ പുറത്ത് കാണിച്ചില്ല. പക്ഷേ എനിക്ക് ഓക്കെ നമ്മളിപ്പോൾ ഒന്ന് ഡിസൈഡ് ചെയ്ത് വെച്ചതല്ല, അത് മാറുമ്പോൾ ഒരു സ്റ്റക്കായിപ്പോയി ഞാൻ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ പിന്നെ ഒന്നും കൂടി ചേട്ടൻ ഭയങ്കര അപ്സെറ്റായിരുന്നു. എന്താ പറയുക, ഏട്ടനും നാട്ടിലേക്ക് വരണം പറഞ്ഞിട്ട് നല്ല ആഗ്രഹിച്ചാണ് ഉണ്ടായിരുന്നത്. നല്ല ഒരു മൂഡ് ഓഫ് ആയി. പിന്നെ ഏട്ടൻ തിരിച്ചും തിരഞ്ഞ സ്ഥലം തന്നെ തിരയാൻ പോയി. തിരഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു 6:30 ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയത്. അത് എവിടെ നിന്ന് ഏട്ടൻ സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാർഡ്രോബിൻ്റെ താഴത്തൊരു പേപ്പർ കവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏട്ടനെ മറന്നുപോയി അത് എടുത്ത് വെച്ചത്. സോ തിരിച്ച് ഒരു പ്രാവശ്യം കൂടി തിരഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വീടിനെ കണ്ടാൽ തിരിച്ച് നമ്മൾ കയറില്ല. അത്രയും മോശമായിട്ടാണ് ഞങ്ങൾ വീടിനെ അലങ്കോളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഞാനും ശരി വിക്കേട്ടനും ശരി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് കൽപ്പക്കേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാവൽ വീഡിയോസാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഹായ് ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഓൾ സെറ്റ് ടു ഗോ. വിഹാനെ എണിപ്പിച്ചു ഞങ്ങൾ, പാവം കുട്ടി. അതല്ലാതെ ഞങ്ങളുടെ സ്ഥലം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ല മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ നല്ല മെസ്സി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാ മൈക്കാ വേണ്ട, സമയമില്ല മോനെ. മൈക്ക് അതിനകത്തല്ലേ തുറന്നല്ലേ. ഒരുവിധമായിട്ട് ഞങ്ങൾ എത്തി. ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കിപ്പോൾ പുറത്ത് പോയിരിക്കായിരുന്നു. ഈസ് കമ്മിങ് നോ. ഞാൻ വീഡിയോ ആണ് എടുത്തത്. ഒന്ന് ചുറ്റി കാണിച്ചേ. ഹായ് ഗൈസ്, ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. ആക്ച്വലി എനിക്ക് ബാസിനേറ്റ് സീറ്റാണ് കിട്ടിയത്. വിഹാൻ ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് അവർ ബാസിനേറ്റ് സീറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഏർലി ആയിട്ട് അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ വന്ന് നമ്മൾക്ക് അടുത്തുള്ള സീറ്റാണ് തന്നിരിക്കുന്നത്. വിൻഡോ സീറ്റായിട്ട് കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ അതാണ് തന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും എന്നെ സംസാരിക്കാനേ വിടില്ല. ഏട്ടൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. ഏട്ടൻ ചോദിച്ചിട്ട് ആ വീഡിയോ അപ്പം കട്ടാവും. ആ പറയുന്നത് അപ്പം അങ്ങനെ വിട്ടേക്കും. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടെന്ന് അറിയോ, ഒക്കെ ഇല്ല. പിന്നെ ഇങ്ങനത്തെ സമയമാണ് എനിക്ക് സംസാരിക്കാൻ കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്യാമറയുടെ പിന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. നല്ലതായി ഏട്ടനില്ല, ഞാൻ സെൽഫായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ, ചുമ്മാ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ മാത്രം എന്നെ സംസാരിക്കാൻ വിടില്ല. വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞാൻ പോകണം. ഇല്ലെങ്കിൽ ഏട്ടൻ എന്നെ സംസാരിക്കാൻ വിടില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിൽ കൂടി ഇങ്ങനൊരു വീഡിയോയിൽ കൂടി അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ
താങ്ക് യു സോ മച്ച്. പൊക്കോ. വിഹാൻ്റെ ഫുഡ് അവർ ഹീറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു നല്ല വ്യൂ കിട്ടും. അടുത്ത് തന്നെ പ്ലെയിനൊക്കെ ഉണ്ട്. വിഹാനെ കാണിച്ച് ഫുഡ് കൊടുക്കാൻ നല്ലൊരു സ്ഥലമാണിത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ബേക്കൺ വെച്ചിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര കഷ്ടമായി. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇതാണ്. ഞാൻ പിന്നെ മറ്റേ ബർഗർ എടുത്തു. എനിക്ക് വേണ്ട വിചാരിച്ചു. വിഹാന് ഫുഡ് കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ വയറ് ഫുള്ളാക്കാൻ വന്നു. പിന്നെ നമുക്ക് അവർ സീറ്റൊക്കെ മാറ്റി തന്നു. പിന്നെ നമുക്ക് നടുവിലൊരു സീറ്റ് ഫ്രീ ആയിട്ടിരുന്നതുകൊണ്ട് വിഹാന് നല്ലതായിട്ട് കളിക്കാൻ പറ്റി. ആൻഡ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഈ ഫ്ലൈറ്റ്. നല്ല സ്പേഷ്യസ് ആയിരുന്നു. വിഹാനൊരു സീറ്റൊക്കെ കിട്ടി, താങ്ക് ഗോഡ്. പിന്നെ നല്ല ഫുഡായിരുന്നു. എനിക്ക് സ്കൂട്ടിനെക്കാട്ടിലും എനിക്ക് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എന്തൊരു ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊന്ന് കിട്ടി. കാരമൽ ഐസ്ക്രീമാണ് തോന്നുന്നു, സോൾട്ടഡ് കാരമൽ ഐസ്ക്രീം. നല്ലൊരു ടേസ്റ്റായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അവിടെ എത്തി. ആ ഗേറ്റ് നമ്പറിലെത്തി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിൽ പോകുന്നത്. വിഹാൻ ഞങ്ങൾ ആരും ഉറങ്ങിയില്ല, അതുകൊണ്ടാണ്. ഫ്ലൈറ്റ് എടുക്കാറായി. ഐ തിങ്ക് വെയിറ്റിംഗിലാണോ തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സിംഗപ്പൂർ എത്തിയിട്ട് പിന്നെ വിഹാന് ഞാൻ മറ്റേ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് കൊടുത്ത ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പിന്നെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. വിഹാന് ഇത്ര നേരം ക്രോസോണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷെ അതിൽ പകുതി ഞാനും വിക്കിയാണ് കഴിച്ചത്. വിഹാൻ ഒന്നും കഴിച്ചിട്ടില്ല. അവന് ഒരെണ്ണം വായിലിട്ടാൽ തന്നെ അവന് എന്താ പറയുന്ന ഒരുമാതിരി ഓക്കാനം വരുന്ന. ഒരെണ്ണം വായിലിട്ടാൽ തന്നെ അവന് ഓക്കാനം വരുന്ന. അവന് അത് ശീലമില്ല. അവൻ വേറെ ഒന്നും കഴിക്കുന്നുമില്ല. മറ്റേ നമ്മള് പോരേജ് ഒന്നും കൊടുത്തു, പക്ഷെ അവന് അത് ഇഷ്ടപ്പെടുന്നില്ല. സോ അതുകൊണ്ട് വാട്ട് വി തോട്ട് വാസ് ശരി, വീട്ടിലെത്തിയിട്ട് പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് പിന്നെ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുണ്ട് ഞങ്ങൾക്ക്. അല്ല വിക്ക്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. എനിക്ക് തലവേദനയ്ക്കുണ്ടായിരുന്നു. നല്ല ലേറ്റായി പോയിപ്പോൾ. ഞാൻ ആക്ച്വലി സ്കൈ ട്രെയിൻ പിടിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിടിക്കാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സ്കൈ ട്രെയിൻ പിടിക്കണം.
അതല്ലാതെ നമ്മുടെ ഫ്ലൈറ്റ് ഈസ് അറൗണ്ട് 8:30. ഇപ്പം തന്നെ 8:06 ആയി. സോ റിയലി ലേറ്റ്. വിഹാന് ഫുഡ് ശരിക്കും കഴിച്ചിട്ടില്ല, അതൊരു പേടിയുണ്ട്. അതല്ലാതെ ഈ ഫ്ലൈറ്റ് നല്ല നല്ല ചെറുതായിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നല്ല കൺജസ്റ്റഡ് ആയിട്ടും ഉണ്ടാവും. ഒരു 4 hours വിഹാന് മാത്രമല്ല എല്ലാവർക്കും. എങ്ങനെ കൊണ്ട് നോക്കാം. സിംഗപ്പൂർ എയർലൈൻസ് വാസ് റിയലി ഗുഡ്. ലെറ്റ്സ് സീ. വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരുമാതിരി അൺഈസി അൺകംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് എപ്പോഴും മറ്റേ നല്ല കുറച്ച് സ്പേഷ്യസ് ആയിട്ട് പോയിട്ട് പിന്നെ കൺജസ്റ്റഡ് ആയിട്ട് പോയാൽ നമുക്കൊരു ഒരുമാതിരി ഫീലിംഗ് എപ്പോൾ പോയി എത്തും അങ്ങനത്തെ മൈൻഡ് സെറ്റിലായിരുന്നു. ഫൈനലി കോയമ്പത്തൂർ എത്തിയിട്ട് വിക്കറ്റിൻ്റെ പേരൻസ് ആയിരുന്നു ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നത്. അമ്മയ്ക്കും അച്ഛയ്ക്കും വിക്കിയേട്ടൻ വരാൻ പോകുന്നത് അറിയില്ല. സോ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾ രണ്ടാൾ മാത്രം ഒരു പെട്ടി കിട്ടി. എൻ്റെ ഒരു പെട്ടി കിട്ടി. വിക്കിയേട്ടൻ്റെ പെട്ടി കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളും പൊയ്ക്കോളൂ, എന്തായാലും നിങ്ങൾ രണ്ടാളും പോകുന്ന പോലെ എല്ലാം അറിയില്ലോ എന്ന്. അതിൻ്റെ ഫോട്ടേജസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം എന്താ നടന്നതെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ പെട്ടി എടുത്തിട്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ നടന്നപ്പോൾ അവരൊക്കെ കണ്ടു. അമ്മയ്ക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ വരുന്നുണ്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ട് കാറിൻ്റെ അവിടെ വരെ പോയി കേട്ടോ. ഞാനും വെയിറ്റ് ചെയ്ത് നോക്കൊണ്ട് ഓൾമോസ്റ്റ് 1/2 hour മുകളിലായി. വിക്കിയേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഞാനും എത്രക്കാണ് വീഡിയോ എടുക്കാണ്. ഞാൻ എടുത്തപ്പോൾ അച്ഛനും വിഹാനും കളിക്കുന്നതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കേട്ടോ ഉറങ്ങിയും എണീച്ചതായിരുന്നല്ലോ. അവൻ എല്ലാവരെയും കണ്ടപ്പോൾ വന്നിട്ട് ഇത് നമ്മളിപ്പോൾ എവിടെയാണ്, എല്ലാം നമുക്ക് ഫോണിൽ കണ്ട ആൾക്കാരൊക്കെ ആണല്ലോ നമ്മളിരുന്ന് ഇപ്പം നേരിട്ട് കാണുന്ന പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഒരുമാതിരി ഒരു സർപ്രൈസ്ഡ് ആയിരുന്നു വിഹാൻ. ഞാനും കുറേയൊക്കെ ശ്രമിച്ചു. പിന്നെ വിക്കി വന്നിട്ട് എന്താ നീ പോവാത്ത, എന്നാ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാമെന്നൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരി ഞാനും വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഏട്ടൻ വന്നു. എത്ര നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ എന്താ അറിയാ പറയുന്നത്, കോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൾ ചെയ്ത് എന്താ ഏട്ടാ എന്തിനാ കോൾ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പെട്ടി മിസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ പോയി. ഞങ്ങൾക്കായിരുന്നു സർപ്രൈസ്. ഇവർ രണ്ടാൾക്കും ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങളായിരുന്നു സർപ്രൈസ്ഡ് ആയത്. ഞങ്ങളുടെ പെട്ടി സിംഗപ്പൂരിൽ വെച്ചിട്ട് എവിടെയോ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്തോ കംപ്ലയിൻറ്റ് ലെറ്ററും പിന്നെ അതിൻ്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരടുത്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു 2 days കിട്ടി ഞങ്ങളുടെ പെട്ടി. പിന്നെ ലാസ്റ്റ് മിനിറ്റിലായിരുന്നു ഞാൻ ഇപ്പോൾ വരാൻ പോകുന്ന ഫുട്ടേജ് ഞാൻ എടുത്തത്. പിന്നെ ആര് സർപ്രൈസ്ഡ് ആയോ ഇല്ലേ, ഞാനും വിക്കേട്ടും നല്ല സർപ്രൈസ്ഡായി. അവൻ അച്ഛമ്മയുടെ ഫേവറേറ്റ് ആയി പോയി. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ കുട്ടി സ്റ്റോറി, ട്രാവൽ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.